ഓക്കെ കുട്ടികളെ, നമ്മുടെ വീഡിയോയുടെ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ ഏതൊക്കെയാണെന്നാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ ദിവസം അസൈൻമെൻ്റായിട്ട് ഞാനിത് നിങ്ങൾക്ക് തന്നിരുന്നു. ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കുറേ കുട്ടികളെ അസൈൻമെൻ്റ് എഴുതിയെന്നെ കാണിച്ചിട്ടുണ്ട്. ഇതിന് ഫൈനൽ അക്കൗണ്ട്സ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംരംഭത്തിന് ഏതൊക്കെ രീതിയിലുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സുകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ആണ് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് ആവശ്യമായിട്ടുള്ളത്. ഇത് യഥാക്രമം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഏതൊക്കെയാണ്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇത് 3 കുറിച്ചും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇതനുസരിച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ ഒരു ചോദ്യം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ലഭിക്കുക. കൂടാതെ ചെറിയ ചെറിയ മാർക്കിന് 2 മാർക്കിനും 4 മാർക്കിനൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് സാധാരണ ചോദിക്കാറുണ്ട്. എന്താണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്? ഇറ്റ് ഇൻക്ലൂഡ്സ് ആൾ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ വരവാണ്, പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലവാണ്. ഇപ്പോൾ വരവും ചിലവും കാണിക്കുന്ന അക്കൗണ്ടിൻ്റെ പേരാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. എന്താണ് വരുന്നത്? പണമാണ് വരുന്നത്. ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെൻറ്റ്സ്. അപ്പോൾ പണം വരുന്നു, പണം പോകുന്നു. പല ആവശ്യത്തിനും നമുക്ക് പണം ചിലവഴിക്കേണ്ടി വരും. പല കാര്യത്തിനായിട്ടും നമുക്ക് പണം കിട്ടുകയും ചെയ്യും. ഇവ യഥാക്രമം രേഖപ്പെടുത്തുന്ന ബുക്കാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് സിമിലർ ടു എ ക്യാഷ് ബുക്ക്. ഇതൊരു ക്യാഷ് ബുക്കിനെ പോലെ തന്നെയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ക്യാഷ് ബുക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിൽ ഓർക്കണം. അത്തരത്തിലുള്ളൊരു ക്യാഷ് ബുക്ക് തന്നെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ആൾ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ക്യാപിറ്റൽ ആൻഡ് റവന്യൂ നാച്ചർ. അപ്പോൾ ഏത് തരത്തിലുള്ള പണം നമുക്ക് ലഭ്യമായാലും, അത് മൂലധന വരവായാലും വേണ്ടില്ല, വരുമാന ചെലവായാലും വേണ്ടില്ല, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആയാലും വേണ്ടില്ല, റവന്യൂ ആയാലും വേണ്ടില്ല, ഏത് തരത്തിൽ പണം വന്നാലും നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും. അതുപോലെ ഏത് ഇനത്തിൽ പണം നമുക്ക് ചെലവഴിച്ചാലും നമ്മളതിവിടെ റെക്കോർഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ബിഗിൻസ് വിത്ത് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ്. ഇത് തുടങ്ങുന്നത് ക്യാഷ് ബാലൻസ് വെച്ചുകൊണ്ടാണ്. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും, കഴിഞ്ഞ വർഷത്തെ പണം നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പുണ്ടാവും. ആ പണം ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് ആരംഭിക്കുന്നത്. എൻഡ്സ് വിത്ത് ദി ക്ലോസിംഗ് ക്യാഷ് ബാലൻസ്. ഇത് അവസാനിക്കുന്നത് നമ്മുടെ കയ്യിൽ നീക്കിയിരിപ്പ്, ഈ വർഷം നീക്കിയിരിപ്പ് എത്ര ഉണ്ട്, അതാണ് ഇതിൻ്റെ ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ട് വരിക. അതായത് വരവും ചെലവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതാണ് നമ്മുടെ കയ്യിലുള്ള പണം എന്ന് പറയുന്നത്. അതാണ് തുടക്കത്തിലുള്ളതും അവസാനമുള്ളതുമായിട്ടുള്ള ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു അക്കൗണ്ടിങ് ഇയറിൽ എത്രമാത്രം പണം ആ ഓർഗനൈസേഷൻ ലഭിച്ചിട്ടുണ്ട്, എത്രമാത്രം പണം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ബാക്കി നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്നറിയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഇതൊരു ക്യാഷ് ബുക്കിനെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്, സിമിലർ ടു എ ക്യാഷ് ബുക്ക്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക നമുക്ക് നോക്കാം. ആദ്യത്തേത് ടിക്ക് മാർക്ക് നോക്കുക നിങ്ങൾ. അവിടെ ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ് ബാങ്ക്. അപ്പോൾ സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മുടെ കയ്യിലുള്ള പണം, തുടക്കത്തിൽ നമ്മുടെ കയ്യിലുള്ള പണം എത്ര ഉണ്ട്, അതുപോലെ ബാങ്കിൽ എത്ര പണമുണ്ട്, ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. അപ്പോൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ്. ഇപ്പോൾ റെസിപ്റ്റ്സ് ഡെബിറ്റ് സൈഡിൽ എഴുതണം, പേയ്മെൻറ്റ്സ് ഒക്കെ തന്നെയും ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നമുക്കറിയാം, നമ്മൾ ക്യാഷ് ബുക്ക് ചെയ്ത് പഠിച്ച കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ വരവൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തുടക്കത്തിലുള്ള ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് നമ്മൾ ക്യാഷ് ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. ക്യാഷ് ഇൻ ഹാൻഡ് ഹാസ് ആൾവേസ് എ ഡെബിറ്റ് ബാലൻസ്. കഴിഞ്ഞ വർഷം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് എന്ന് പറയുന്നത് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. കാരണം നമുക്ക് നമ്മുടെ കയ്യിലുള്ളതാണ് ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ റെസിപ്റ്റ് സൈഡിലാണ് കൂടുക, വരവായിരിക്കും കൂടുക. വരവിൽ കവിഞ്ഞ് ചെലവ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ബട്ട് ഫോർ ബാങ്ക്
എയ്തർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. പക്ഷെ ബാങ്കിൽ അങ്ങനെയല്ല. ബാങ്കിൽ നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഒക്കെ ലഭ്യമായത് കൊണ്ട് ബാങ്കിലുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും. അതുകൊണ്ട് ബാങ്കിന്റെ കാര്യത്തിൽ ബാങ്ക് ബാലൻസ് ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ ആയി വരാം. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക. ആൾ റെസിപ്റ്റ്സ് ഓഫ് ക്യാഷ് ഡ്യൂറിങ് ദ ഇയർ ഓൺ ഡെബിറ്റ് സൈഡ് ആൻഡ് ആൾ പേയ്മെന്റ്സ് ഓൺ ക്രെഡിറ്റ് സൈഡ്. എല്ലാ റെസിപ്റ്റ്സും നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് എഴുതുക, എല്ലാ പേയ്മെന്റ്സും നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക. ആ റൗണ്ട് ചിഹ്നത്തിന്റെ ഉള്ളിലെ റെസിപ്റ്റ്സ് പേയ്മെന്റ്സ് എഴുതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത്. എല്ലാ റെസിപ്റ്റ്സും നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം, എല്ലാ പേയ്മെന്റ്സും നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ദ നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, ക്യാപിറ്റൽ ഓർ റവന്യൂ ആൻഡ് ദ പീരിയഡ് ടു വിച്ച് the transaction may belong, previous year, current year or future year, will not be considered. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് വരവ് ക്യാപിറ്റൽ ആയാലും റവന്യൂ ആയാലും അത് ഈ വർഷത്തേക്കുള്ളതായാലും അടുത്ത വർഷത്തേക്കുള്ളതായാലും അല്ലെങ്കിൽ മുൻ വർഷത്തേതാണെങ്കിലും നമ്മൾ കണക്കിലെടുക്കും. അപ്പോൾ എപ്പോൾ പണം കിട്ടിയാലും എപ്പോൾ പണം പോയാലും നമ്മൾ എന്ത് ചെയ്യും? അത് രേഖപ്പെടുത്തും. എപ്പോഴാണ് പോയത് ആ അക്കൗണ്ടിങ് ഇയറിൽ അത് നമ്മൾ രേഖപ്പെടുത്തും. അത് ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തേതാകാം, ഈ വർഷത്തേതാകാം, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ളതാകാം. അതുപോലെ മൂലധനം വരുമാനമാകാം, അതുപോലെ പ്രവർത്തന വരുമാനവുമാകാം, റവന്യൂ ആയിരിക്കാം. എന്ത് തന്നെ ആയാലും ക്യാപിറ്റൽ റവന്യൂ എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ നമ്മൾ കിട്ടിയ പണം രേഖപ്പെടുത്തുകയും പോയ പണം പേയ്മെന്റ് സൈഡിൽ എഴുതുകയും ചെയ്യും. ഓൺലി ദ ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ക്യാഷ് സിസ്റ്റം ആണെന്ന് നമ്മൾ കണ്ടില്ല കഴിഞ്ഞ പ്രാവശ്യം നോൺ പ്രോഫിറ്റ് നമ്മളെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമ്മളെ വ്യത്യാസം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഒന്ന് അക്രൂവൽ സിസ്റ്റമാണ്, ഒന്ന് ക്യാഷ് സിസ്റ്റമാണെന്ന്. അതായത് ഓൺലി ദ ആക്ച്വൽ ക്യാഷ് റെസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദിസ് അക്കൗണ്ട്. എത്ര ക്യാഷ് കിട്ടി, എത്ര ക്യാഷ് പോയി, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ചെലവും വരവും മാത്രമേ നമ്മളിവിടെ രേഖപ്പെടുത്തുകയുള്ളൂ. അത് കിട്ടിയത് മാത്രമേ രേഖപ്പെടുത്തൂ എന്ന് അർത്ഥം, അല്ലെ അതുപോലെ കൊടുത്തത് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ. All non-cash items such as depreciation on fixed assets, outstanding expenses, outstanding incomes, etc. are not recorded. അതായത് ക്യാഷുമായി ബന്ധമില്ലാത്ത അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഡിപ്രിസിയേഷൻ, തേയ്മാനം, ഫിക്സഡ് അസറ്റിന്റെ ഡിപ്രിസിയേഷൻ, അതുപോലെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഒരു എക്സ്പെൻസ് കൊടുക്കാനുണ്ട് കൊടുത്തിട്ടില്ല, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, ഒരു ഇൻകം കിട്ടാനുണ്ട് കിട്ടിയിട്ടില്ല, ഇതൊന്നും നമ്മളിവിടെ രേഖപ്പെടുത്തുകയില്ല. അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റുകളൊന്നും നമ്മളിവിടെ കണക്കിലെടുക്കുകയില്ല. ഇനി അറ്റ് ദ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡ് ദിസ് അക്കൗണ്ട് ഈസ് ബാലൻസ്ഡ്. എല്ലാ ക്യാഷ് ബുക്കിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ എല്ലാം എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനം നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം. ഇറ്റ് ഷോസ് ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് ഓർ ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കയ്യിലുള്ള പണം എത്രയാണ്? ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ്. ചിലപ്പോൾ ഇത് ബാങ്ക് ഓഫ് ഡ്രാഫ്റ്റും ആയിട്ട് വരാം. അതായത് നമ്മുടെ റെസീറ്റ് സൈഡ് കുറവും പേയ്മെന്റ് സൈഡ് കൂടുതലും ആകാം ബാങ്കിന്റെ കേസിലാണെങ്കിൽ. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആയി മാറും. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ടിക്ക് ഇട്ട കാര്യം ശ്രദ്ധിക്കുക, ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും. ഇനി എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് നോക്കാം. ഇറ്റ് സെർവ്സ് ദി പർപ്പസ് ഓഫ് എ ക്യാഷ് ബുക്ക്. ഒരു ക്യാഷ് ബുക്ക് നമ്മൾ എന്തിനാ തയ്യാറാക്കുന്നത് നമുക്കറിയാം. ക്യാഷിന്റെ വരവും പോക്കും എത്രയുണ്ടെന്ന് അറിയാനും, നമ്മുടെ നീക്കിയിരിപ്പ് എത്രയാണ്, മിച്ചമുണ്ട്, എത്ര ക്യാഷ് ഉണ്ട് നമ്മുടെ കയ്യിൽ എന്ന് അറിയാനുമാണ്. ഒരു അക്കൗണ്ടിങ് ഇയറിൽ എത്രയുണ്ടെന്ന് അറിയാനാണ് നമ്മൾ ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ദാറ്റ് മാനേജ്മെന്റ് ഈസ് ഏബിൾ ടു നോ ഫ്രം വേർ ക്യാഷ് വാസ് ജനറേറ്റഡ് ആൻഡ് ഹൗ ഇറ്റ് വാസ് യൂട്ടിലൈസ്ഡ്. അതായത് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഈ സംഘത്തിന് അല്ലെങ്കിൽ ഈ ട്രസ്റ്റിന് എന്തറിയണം? എവിടെ നിന്നൊക്കെ പണം വന്നു, എവിടേക്കൊക്കെ പണം പോയി എന്നറിയണം, എന്തിനൊക്കെ വേണ്ടി പണം ചിലവഴിച്ചു എന്ന് അറിയണം. ആൾസോ ഇറ്റ് പ്രൊവൈഡ്സ് നെസസറി ഇൻഫർമേഷൻ ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. കൂടാതെ അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റിലേക്ക് വേണ്ടുന്ന വിവരങ്ങളും നമുക്ക് എവിടെ നിന്ന് കിട്ടും? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് കിട്ടും. ഏതാണ് അടുത്ത രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇനി ഇതിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുക? റെസിപ്റ്റ് സൈഡിൽ എന്തൊക്കെ വരും, പേയ്മെന്റ് സൈഡിൽ എന്തൊക്കെ വരും എന്നുള്ളത് ഒരു റഫായിട്ട് നമ്മളിവിടെ അതിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. നിങ്ങളത് വായിച്ചു നോക്കുക. എന്തൊക്കെ രീതിയിൽ വരവുണ്ടാവും, എന്തൊക്കെ രീതിയിൽ ചെലവുണ്ടാവും എന്നുള്ളത് കുറേയൊക്കെ നിങ്ങൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. വരവും ചെലവുകളും ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ളതിന്റെ ഒരു ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. അതൊന്ന് 2-3 ആവർത്തി വായിച്ച് മനസ്സിലാക്കുക.
ഇനി ഐറ്റംസ് ഓർ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഏതൊക്കെ തരത്തിലുള്ള ഐറ്റംസ് ആണ്, അതിൽ വരുന്ന ഐറ്റംസിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് റെസിപ്റ്റ് സൈഡിലും പേയ്മെന്റ് സൈഡിലും വരുന്ന ഐറ്റംസുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ റവന്യൂ റെസിപ്റ്റ്സും ഉണ്ട്, ക്യാപിറ്റൽ റെസിപ്റ്റ്സും ഉണ്ട്. അതുപോലെ പേയ്മെന്റ് എന്ന് പറയുന്നത് റവന്യൂ പേയ്മെന്റ്സും ഉണ്ട്, ക്യാപിറ്റൽ പേയ്മെന്റ്സും ഉണ്ട്. അപ്പോൾ റെസിപ്റ്റ് സൈഡിൽ റവന്യൂ റെസിപ്റ്റ്സും വരും, ക്യാപിറ്റൽ റെസിപ്റ്റ്സും വരും. അതുപോലെ പേയ്മെന്റ് സൈഡിൽ റവന്യൂ പേയ്മെന്റ്സും വരും, ക്യാപിറ്റൽ പേയ്മെന്റ്സും വരും. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. എന്താണ് ഈ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ? ദ എമൗണ്ട് റിസീവ്ഡ് ഓൺ എ റെക്കറിംഗ് നാച്ചർ. റിക്കറിംഗ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് വരുന്നത്, നമുക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ അക്കൗണ്ടിങ് ഇയറിൽ ഇടക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുക. ഉദാഹരണം നോക്കാം. ആനുവൽ മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ, അതായത് വാർഷിക വരിസംഖ്യ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓരോ വർഷവും നമുക്ക് വരിസംഖ്യ ലഭിച്ചുകൊണ്ടിരിക്കും. അഡ്മിഷൻ ഫീസ് നോട്ട് ക്യാപിറ്റലൈസ്ഡ്, ഒരാൾ ചേരുമ്പോൾ നൽകുന്ന അഡ്മിഷൻ ഫീസ് അത് ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് എടുക്കണം. ഇത് കൂടുതൽ വിശദീകരണമൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. റെസിപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്, പഴയ പത്രങ്ങളും അതുപോലെ വാരികകളും ഒക്കെ കൊടുത്ത് കിട്ടുന്ന പണം നമുക്ക് എന്ത് ആയി മാറ്റാം? റവന്യൂ റെസിപ്റ്റ്സ് ആയിട്ട് മാറ്റാം. ഹോൾ റെന്റ് റിസീവ്ഡ്, ഇപ്പോൾ ഈ സംഘത്തിന് അല്ലെങ്കിൽ ഈ ട്രസ്റ്റിനൊക്കെ ചിലപ്പോൾ മണ്ഡപങ്ങളും കല്യാണ മണ്ഡപങ്ങളും ഹാളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വരുമാനം കിട്ടും, അതൊക്കെ റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ആൻഡ് ലോൺ അഡ്വാൻസ്ഡ്, പലിശ കിട്ടും അല്ലെ, നമ്മൾ നിക്ഷേപങ്ങൾക്ക് പലിശ കിട്ടും. ബാങ്കിൽ ഡിപ്പോസിറ്റ് ഫിക്സഡ് ആയിട്ടുണ്ടെങ്കിൽ പലിശ കിട്ടും. ലോൺ അഡ്വാൻസ്ഡ്, ആർക്കെങ്കിലും ലോൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പലിശ കിട്ടും. ഇങ്ങനെ കിട്ടുന്ന പലിശയൊക്കെ എന്താണ്? റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ഇതൊക്കെ എന്ത് ചെയ്യണം? ഇതൊക്കെ റെസിപ്റ്റ് സൈഡിൽ എഴുതണം. ഇനിയും ഡൊണേഷൻ, ഗ്രാൻസ് ആൻഡ് ലെഗസീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലെഗസി എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഡൊണേഷൻ കിട്ടി, ഗ്രാൻഡ് കിട്ടി, ലെഗസീസ് എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആസ് പെർ ദ വിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ, അതായത് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ വിൽപത്ര പ്രകാരം നമുക്ക് കിട്ടിയ വരുമാനത്തെയാണ് അല്ലെങ്കിൽ പണത്തിനെയാണ് എന്ത് പറയുക? ലെഗസി എന്ന് പറയുക. LEGACY, ലെഗസി എന്ന് പറഞ്ഞാൽ റെസിപ്റ്റ് ആസ് പെർ ദ ബിൽ ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ. ഇപ്പോൾ ലെഗസി എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ വിൽപത്ര പ്രകാരം കിട്ടുന്ന പണത്തിന് എന്താ പറയുക എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ലെഗസി എന്ന് എഴുതണം. അതുപോലെ ലോക്കർ റെന്റ്. എന്താ ലോക്കർ റെന്റ് പറഞ്ഞാൽ? ലോക്കർ എന്ന് പറഞ്ഞാൽ ഈ ക്ലബിനൊക്കെ അല്ലെങ്കിൽ ബാങ്കിലൊക്കെ ലോക്കർ കേട്ടിട്ടില്ലേ നിങ്ങൾ? വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറയാണ് ലോക്കർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലോക്കറുകൾ ഉണ്ടാവും. ഇപ്പോൾ ക്ലബിനൊക്കെ തീർച്ചയായിട്ടും ലോക്കറുകൾ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ വീഗാലാൻഡിലൊക്കെ പോയാൽ നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ അവരെന്ത് ചെയ്യും? ഒരു ലോക്കർ നമുക്ക് തരും അല്ലേ? അപ്പം ഇങ്ങനെ ലോക്കറൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വാടക കിട്ടും. അതുപോലെ ക്ലോക്ക് റൂം, അതുപോലെ നിങ്ങൾ ക്ലോക്ക് റൂം എന്താ? വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി യാത്രാമധ്യമൊക്കെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ നിങ്ങൾ ക്ലോക്ക് റൂം കണ്ടിട്ടുണ്ടാവും. റെന്റ് റിസീവ്ഡ്, അതിൻ്റെയൊക്കെ റെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ റവന്യൂ റെസിപ്റ്റ്സ് ആണ്. ദെൻ റെസിപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് റിഫ്രഷ്മെന്റ്, അതായത് റിഫ്രഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുമ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ അതിൻ്റെ ഇടയ്ക്ക് റിഫ്രഷ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ പവലിയനിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ഗ്രൗണ്ടിലൊക്കെ പലതരത്തിലുള്ള ഐസ്ക്രീംസ് മറ്റു സാധനങ്ങളൊക്കെ വിതരണം നടത്തുന്നത് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഭക്ഷണം തന്നെയാണ് റിഫ്രഷ്മെന്റ് വിൽക്കുന്നതിലൂടെ കിട്ടുന്ന പണം. എനി അതർ ഐറ്റംസ് ഓഫ് സിമിലർ നാച്ചർ, ഇങ്ങനെ ഒരു വർഷത്തിൽ ആവർത്തിച്ച് കിട്ടുന്ന പണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റവന്യൂ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ തിരിച്ചു നോക്കണം. എന്താണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് പറഞ്ഞാൽ? അപ്പോൾ തീർച്ചയായിട്ടും ക്യാപിറ്റൽ റെസിപ്റ്റ്സ് റെക്കറിംഗ് നാച്ചറിലുള്ളതല്ല അല്ലേ? പിന്നെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം കിട്ടും. പക്ഷേ ആ കറണ്ട് ഇയറിൽ കിട്ടിയ പണത്തിന്റെ ഗുണം എന്ന് പറയുന്നത് അടുത്ത വർഷങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദ എമൗണ്ട്സ് റിസീവ്ഡ് ഇൻ ദ കറണ്ട് ഇയർ, ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് വിൽ റിലേറ്റഡ് ടു ഫ്യൂച്ചർ ഇയേഴ്സ് ആൾസോ. അതായത് നമുക്ക് ഈ വർഷം കുറച്ച് പൈസ കിട്ടി, പക്ഷെ അതിന്റെ ഗുണം എന്ന് പറയുന്നത് അടുത്ത വർഷങ്ങളിൽ നമുക്ക് അടുത്ത വർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അടുത്ത വർഷവും നമുക്ക് അതിന്റെ ഗുണം ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള റെസിപ്റ്റ്സുകളെയാണ്, വരവിനെയാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെ നോക്കാം? ഡൊണേഷൻസ് ഫ്രം ഔട്ട്സൈഡേഴ്സ് ഓർ മെമ്പേഴ്സ് ഫോർ സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്യുക? കുറച്ച് പൈസ ഡൊണേഷനായിട്ട് തരിക, സംഭാവനയായിട്ട് തരിക. അത് പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയില്ല, ആ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അല്ലേ? ഇപ്പൊ കോവിഡ് കാലത്തൊക്കെ TV ഇല്ലാത്ത വീടുകളിൽ
കുട്ടികൾക്ക് ടി വി കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ, ഇപ്പോൾ ഇങ്ങനെയുള്ള ക്ലബ്ബുകളോ ട്രസ്റ്റുകളോ ഉണ്ടെങ്കിൽ ഒരാൾ കുറച്ച് പൈസ കൊടുക്കുന്നു വിചാരിക്കുക, അത് അപ്പോൾ തന്നെ ഒരു പ്രാവശ്യം കിട്ടുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രാവശ്യം കിട്ടുന്നത്, പക്ഷെ ആ ടി വി അതിൻ്റെ ഗുണം ആ വീട്ടുകാർക്ക് പിന്നീട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ള റെസിപ്റ്റ്സുകളാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്സ്. എമൗണ്ട് റിസീവ്ഡ് ആസ് ലോൺസ്, ലോണായിട്ട് നമുക്ക് പണം കിട്ടിയിട്ടുണ്ട്. ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ, ആജീവനാന്ത വരിസംഖ്യ, ഒരാൾ മൊത്തത്തിൽ ലൈഫ് അല്ല ജീവിതത്തിൽ കൊടുക്കേണ്ട സബ്സ്ക്രിപ്ഷനൊക്കെ ഒരുമിച്ചാണ് കൊടുത്തു. അങ്ങനെ അതിനെയാണ് നമ്മൾ ആജീവനാന്ത മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അതൊക്കെ ഒരു പ്രാവശ്യം കിട്ടുന്നതാണ്. അഡ്മിഷൻ ഫീസ് ടു ദ എക്സ്റ്റെൻഡ് ക്യാപിറ്റലൈസ്ഡ്, ഒരാൾ ചേരുമ്പോൾ അഡ്മിഷൻ ഫീസായിട്ട്, പ്രവേശന ഫീസായിട്ട് ലഭിക്കുന്ന പണം എത്രത്തോളം ക്യാപിറ്റലൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത്രയും നമുക്ക് ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ട് ഉപയോഗിക്കാം. കൂടാതെ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഫിക്സഡ് അസറ്റ്സ്, അതായത് സ്ഥിരമായിട്ടുള്ള ആസ്തികൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പണം ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. ലെഗസീസ് ഫോർ സ്പെസിഫിക് പർപ്പസ്, ഇങ്ങനെ വിൽപ്പത്ര പ്രകാരം ഒരു പ്രത്യേക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിൽപ്പത്രത്തിൽ എഴുതി പണം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആയിട്ടേ കണക്കാക്കാൻ പാടുള്ളൂ. ഗ്രാൻഡ്സ് റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് ഫോർ മീറ്റിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, എക്സാമ്പിൾ കൺസ്ട്രക്ഷൻ ഓഫ് എ ലൈബ്രറി ബിൽഡിംഗ്, അതായത് ഗവൺമെന്റിൽ നിന്നൊക്കെ ഗ്രാന്റ് കിട്ടുമല്ലോ. ഈ ഗ്രാന്റ് പ്രത്യേക ആവശ്യത്തിനാണ് തരുന്നത് വിചാരിക്കുക, അതിൽ ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലൈബ്രറിക്ക് ഒരു കെട്ടിടം പണിയണം, അല്ലെങ്കിൽ സ്കൂളിന് ഒരു കെട്ടിടം പണിയണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് ഒരു കെട്ടിടം പണിയണം, ഇതൊക്കെ സാധാരണ രീതിയിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. എനി അതർ റെസിപ്റ്റ്സ് ഓഫ് ക്യാപിറ്റൽ നാച്ചർ, ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള വരവും ആ കറന്റ് ഇയറിൽ കിട്ടുന്നുണ്ട്, അതിന്റെ ഗുണം പിന്നീടുള്ള വർഷങ്ങളിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ അതിനെയാണ് എന്ത് വിളിക്കുക, ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ റവന്യൂ റെസിപ്റ്റ്സിനും ക്യാപിറ്റൽ റെസിപ്റ്റ്സിനും കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കണം, അത് എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് റവന്യൂ പേയ്മെന്റ്സിനെ കുറിച്ച് പഠിക്കാം. എന്താണ് റവന്യൂ പേയ്മെന്റ്സ് പറഞ്ഞാൽ? റവന്യൂ റെസിപ്റ്റ്സ് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇടക്കിടക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് പേയ്മെന്റ്സും, ഇടക്കിടക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ പേയ്മെന്റ്സ് ഓഫ് റിക്കറിംഗ് നാച്ചർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി വരിക ചിലവ്, ആ വർഷം വരുന്ന ചിലവ് എന്തൊക്കെയാണ്? സാലറീസ്, വേജസ് ആൻഡ് ഹോണറേറിയം പെയ്ഡ്. സാലറീസ്, ശമ്പളം കൊടുക്കണം അല്ലെ, കൂലി കൊടുക്കണം. ഹോണറേറിയം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നിശ്ചിത സംഖ്യ, അത് ശമ്പളമായിട്ടും കൂലിയായിട്ടും എന്നല്ല കൊടുക്കുക. ഇപ്പോൾ ലൈബ്രറിയിലെ സെക്രട്ടറിക്ക് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നതിനെയാണ് ഹോണറേറിയം എന്ന് പറയുക. ട്രാവലിംഗ് ആൻഡ് കൺവെയൻസ് അലവൻസസ്, യാത്രാ ചിലവുകൾ. അതുപോലെ റെന്റ്, ടാക്സസ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ് ആൻഡ് ടെലഗ്രാം, റിപ്പയേഴ്സ് എക്സെട്ര, ഇവയൊക്കെ തന്നെയും ഇടക്കിടക്ക് വന്നുകൊണ്ടേയിരിക്കും. അവയെ നമുക്ക് റവന്യൂ പേയ്മെന്റ്സ് എന്ന ഇനത്തിൽ പെടുത്താം. ഇനി കൂടുതൽ എക്സാമ്പിൾസ്. പേയ്മെന്റ്സ് ഫോർ ഓർഗനൈസിങ് സ്പോർട്സ് മീറ്റ്സ് ആൻഡ് ടൂർണമെന്റ്സ്, ഇപ്പോൾ സ്പോർട്സ് മീറ്റുകളും ടൂർണമെന്റുകളൊക്കെ നടത്താൻ വേണ്ടി വരുന്ന ചിലവുകൾ. പേയ്മെന്റ്സ് ഫോർ പർച്ചേസ് ഓർ റിഫ്രഷ്മെന്റ്, ഡിന്നർ എക്സെട്ര, നമ്മൾ റിഫ്രഷ്മെന്റ് വിറ്റ് പണം കിട്ടുമെന്ന് പറഞ്ഞു. റിഫ്രഷ്മെന്റിന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ, ഡിന്നറൊക്കെ ഒരുക്കാനൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചിലവുകൾ. ഇൻട്രസ്റ്റ് പെയ്ഡ് ഓൺ ലോൺ ആൻഡ് ഓൺ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, അതുപോലെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. ഇതൊക്കെ റവന്യൂ പേയ്മെന്റ്സ് ആണ്. എനി അതർ പേയ്മെന്റ്സ് ഓഫ് റവന്യൂ നാച്ചർ, ഇനി ഇങ്ങനെയുള്ള ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഇടക്കിടക്ക് വരുന്ന ചിലവുകളൊക്കെ തന്നെയും റവന്യൂ പേയ്മെന്റ്സ് ആണ്. ക്യാപിറ്റൽ പേയ്മെന്റ്സ് എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ. ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്താണ്? ഓർത്ത് പറയൂ. അതായത് ആ വർഷം കിട്ടുകയും അതിന്റെ ഗുണം അടുത്ത വർഷങ്ങളിലൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് എന്ന് വിളിക്കും. ക്യാപിറ്റൽ പേയ്മെന്റ്സ് ഇതുപോലെ തന്നെയാണ്. എന്താണ്? പേയ്മെന്റ്സ് മെയ്ഡ് ഇൻ ദ കറന്റ്, ഇപ്പൊ നമ്മളൊരു ചെലവ് നടത്തി, അതിന്റെ ഗുണം നമുക്ക് എന്ത് ചെയ്യണു, അടുത്ത വർഷങ്ങളിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് കൺസ്ട്രക്ഷൻ എക്സ്പെൻസസ്, ഇപ്പോൾ നമ്മൾ കെട്ടിടം പണിഞ്ഞു എന്ന് പറയില്ലേ, കെട്ടിടം പണിയാൻ വേണ്ടി കിട്ടിയ പൈസ ക്യാപിറ്റൽ റെസിപ്റ്റ്സ് ആണ്. പണിഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ പേയ്മെന്റ്സ് ആണ്. പക്ഷെ അതിന്റെ ഗുണം നമുക്ക് കെട്ടിടം കൊണ്ട് നമുക്ക് അതിന്റെ ഒരുപാട് ഗുണങ്ങളുണ്ട്, അടുത്ത വർഷങ്ങളൊക്കെ അത് ലഭിച്ചുകൊണ്ടിരിക്കും. പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ്സ് ലൈക്ക് ഫർണിച്ചർ, ഓഫീസ് എക്യുപ്മെന്റ്സ് എക്സെട്ര, സ്ഥിരമായ ആസ്തികൾ വാങ്ങുക, പിന്നെ ഫർണിച്ചറുകൾ വാങ്ങിക്കുക, ഓഫീസിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിക്കുക. പർച്ചേസ് ഓഫ് ബുക്സ് ഫോർ ലൈബ്രറി, ലൈബ്രറിക്ക് വേണ്ടിയിട്ട് പുസ്തകങ്ങൾ വാങ്ങിക്കുക. എമൗണ്ട്സ് അഡ്വാൻസ്ഡ് ടു ഔട്ട്സൈഡേഴ്സ് ആസ് ലോൺസ്, പുറത്തുള്ള ആർക്കെങ്കിലും ലോൺ കൊടുക്കുക. അതുപോലെ പർച്ചേസ് ഓഫ് സ്പോർട്സ് ഗുഡ്സ് ആൻഡ് എക്യുപ്മെന്റ്സ്, നമ്മുടെ ക്ലബിന് മറ്റു വേണ്ടിയിട്ട് സ്പോർട്സ് ഐറ്റംസ്, അതുപോലെ ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുക. എനി അതർ പേയ്മെന്റ്സ് ഓഫ് ക്യാപിറ്റൽ നാച്ചർ, ഇങ്ങനെ ആ വർഷം വരുന്ന ചിലവുകളുടെ ഗുണം അടുത്ത വർഷം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും ചിലവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്യാപിറ്റൽ പേയ്മെന്റ്സ് ആയിട്ട് കണക്കാക്കാം.
ഇത്രയാണ് നമ്മൾ എന്തിനെ കുറിച്ച് പഠിക്കുന്നത്? ഇൻകം ആൻഡ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിനെ കുറിച്ച് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് കഴിഞ്ഞ വർഷം ചെയ്ത ഒരു ക്യാഷ് ബുക്ക് നിങ്ങൾ മനസ്സിൽ ഓർക്കുക. അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അതിനെയൊക്കെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒന്നിച്ച് എഴുതിയിട്ട്, ഇപ്പോൾ സാലറി പല പ്രാവശ്യം കൊടുത്തായിട്ട് ക്യാഷ് ബുക്കിൽ കാണിക്കും. അതിനൊക്കെ സാലറി എന്നുള്ള ഒറ്റ ഹെഡിൽ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആണ്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പറഞ്ഞാൽ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് ആണ്. ക്യാഷ് ബുക്കിൽ ഒരൈറ്റം തന്നെ പല ആവർത്തി വരും അല്ലേ? ഇപ്പോൾ സാലറി എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം കൊടുത്താൽ നിങ്ങൾക്ക് കാണിക്കാം. പക്ഷേ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ സാലറി പറഞ്ഞാൽ ഒറ്റ ഹെഡേ ഉണ്ടാവുള്ളൂ. അതുപോലെ റെന്റ് റിസീവ്ഡ് പല പ്രാവശ്യം റെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ റെന്റ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ കാണിക്കുള്ളൂ. ഒരു ക്യാഷ് ബുക്ക് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കുക. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഐറ്റം ഒരിക്കലും വരാവൂ. അപ്പോൾ പല പ്രാവശ്യം വന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ കൂട്ടി എഴുതിയിട്ട് ഒറ്റ പ്രാവശ്യമായിട്ട് എഴുതണം. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അസൈൻമെന്റ് ആയിട്ട് ഒരു ക്യാഷ് ബുക്കിൽ നിന്നും ഒരു റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തയ്യാറാക്കി കാണിക്കണം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.